ഒരു വലിയ മരത്തിൽ കൃഷ്ണപ്പരുന്ത് മുട്ടയിട്ടു. പരുന്ത് ഇരപിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് വലിയ ഒരു മഴയും ശക്തമായിട്ടുള്ള മഴയും കാറ്റുമൊക്കെ വന്നത്. അങ്ങനെ ആ കൂട് ഒന്ന് ഇളകിയിട്ട് അതിൽ നിന്നൊരു മുട്ട താഴേക്ക് വീണു. ആ മുട്ട ഇലകളിലൊക്കെ തട്ടി താഴെ പുല്ലിലേക്ക് വീണു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു കർഷകൻ അതിലെ വന്ന് പുല്ലരിയാൻ വേണ്ടി വന്നപ്പോൾ ആ മുട്ട കിട്ടി. അദ്ദേഹം ആ മുട്ട എടുത്ത് നേരെ കൊണ്ടുപോയിട്ട് കോഴിയുടെ അകിട്ടിലേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഈ പരുന്തിൻ കുഞ്ഞും വിരിഞ്ഞു. കോഴി അരിമണിയും അതുപോലെ മണ്ണിരയൊക്കെ പെറുക്കി കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ തത്തിക്കളിച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഈ പരുന്തിൻ കുഞ്ഞ് വളരാൻ തുടങ്ങി. ഇപ്പോഴുമാണെങ്കിൽ കടൽ പാമ്പുകളെയും അതുപോലെ വലിയ മത്സ്യങ്ങളെയൊക്കെ അതിൻ്റെ മാംസങ്ങളാണ് ഈ പരുന്തിൻ കുഞ്ഞുങ്ങൾക്ക് പരുന്ത് കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് അവർക്ക് ചെറുതായിട്ട് ചിറകുകളൊക്കെ വെച്ച് അവരെ പറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലാണ്. പരുന്ത് മക്കളെ താഴേക്ക് തള്ളിയിട്ട് അവർ താഴേക്ക് എത്തുന്നതിന് മുന്നേ പറന്ന് രക്ഷപ്പെടുന്ന മക്കൾക്ക് മാത്രമേ പിന്നെ പരുന്ത് അവരെ നോക്കുകയുള്ളൂ. ബാക്കിയുള്ളത് താഴെ വീണ് ചത്തുപോവുകയാണ് ചെയ്യാറുള്ളത്. അത്രയ്ക്കും ശക്തമാണ് അവരുടെ ട്രെയിനിങ്ങും. അവർ പറക്കുന്നതോ അങ്ങ് മേഘങ്ങൾക്ക് ഒപ്പത്തിനൊപ്പമായിരിക്കും അവർ പറക്കുന്നത്. എന്നാൽ ഈ പരുന്തിൻ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ തത്തിക്കളിച്ച് അവരുടെ കൂടെ ഇങ്ങനെ ചുറ്റുപാടിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അതിന് മനസ്സിലാവുന്നില്ല അതിൻ്റെ കഴിവ് എത്രയാണ് ഉള്ളത് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? അവർ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ വളരുന്നതുകൊണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മക്കള് വളരുന്നത് നമ്മുടെ കൂടെയാണ്. നമ്മൾ എങ്ങനെയാണ് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് അവരുടെ കഴിവുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, അതിനനുസരിച്ചാണ് അവർ ഉയരങ്ങളിലേക്ക് എത്തുക. എല്ലാ കുട്ടികളും എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള ടാലൻറ്റുകൾ അവർക്കുണ്ട്. ആ ടാലൻറ്റുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള ഗൈഡൻസ് കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾ നല്ല ഉയരങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതല്ലാതെ അവർക്ക് എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ നല്ല ഉയരങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളും അവരുടെ കൂടെ വളരാൻ തയ്യാറാവണം. അതുപോലെ അവർക്ക് അതിനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ ഏറ്റവും ടോപ്പറാക്കിയിട്ട് നല്ല മക്കൾ സമൂഹത്തിനും നാടിനും വീടിനും എല്ലാം ഉപകരിക്കുന്ന നല്ല മക്കളായിട്ട് അവരെ മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.